Hello, good morning and happy new year for all of you. Today we have to begin our classes on three language formula. Learning three languages at a time. Learning together with more benefit make us happy. Now, അറിവ് പകർന്നു കൊടുക്കുന്നത് ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കരുതുന്നു. അതിനാൽ പുതുവർഷത്തിൽ ഭാഷയുടെ ഒരു 3 ഭാഷകളുടെ സങ്കരപ്രചാരം എനിക്കൊരു പ്രോത്സാഹനമായി തോന്നുന്നു. ഭാഷാ പഠനം ഒരു സാഗരം പോലെയാണ്. എത്ര പഠിച്ചാലും തീരില്ല. പക്ഷേ ജീവിതാവസാനം വരെ ആസ്വദിക്കാം. അതിനുള്ള മനസ്സും ഉത്സാഹവും ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യം 3 വാക്കുകൾ. ശ്രദ്ധിക്കുക: വിദ്യ, വിനയം, വിജയം. ഈ 3 വാക്കുകൾ. വിദ്യ വ്യസിച്ചുകൊണ്ട് പോവുക, അറിവ് നേടിക്കൊണ്ട് പോവുക. അത് കഴിഞ്ഞത് വിനയത്തോടെ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ സംതൃപ്തിയും വിജയവും നമുക്ക് ലഭിക്കും. സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ വിജയം തീർച്ചയാണ്. കഴിഞ്ഞ നവംബർ മാസത്തിൽ തുടങ്ങിയ ക്ലാസ് തുടരാൻ അവസരം ലഭിക്കുന്നത് ഇപ്പോഴാണ്. ഇന്ന് നാം ഭാഷയുടെ നിയമവശങ്ങളിലോട്ട് പോകാതെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം, സംസാരിച്ച് തുടങ്ങാം. ആസ് എ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ്, let us begin with English sentences. Learning is done by hearing, speaking, reading, writing. We can learn, first of all, prepare our mind to learn through these 4 steps. Have confidence and willpower to continue learning. Generally, 3 types of sentences are practiced in any language. That is present tense, past tense and future tense. Now we may begin with present tense, a talk about our living time. That means Vartamanakalam. Everywhere we think of ourselves. First, I and my friend, we. Then you all. Next, we begin sentences with third persons: he, she, it, they. Then this, these, and that, those. These are the words to begin sentences. Now we have 12 sentences to speak. Now we practice to talk in present tense, English, Hindi and Malayalam. Let us talk each sentence 3 times. And first English, then Hindi and Malayalam. Get ready, study and start. Get ready, study and start. Make your mood to learn. Now we have to begin with the English sentence. First sentence is I learn English, I learn English, I learn English. Then അതിൻ്റെ ഹിന്ദി 3 പ്രാവശ്യം പറയും. मैं अंग्रेजी सीखती हूँ, मैं अंग्रेजी सीखती हूँ, मैं अंग्रेजी सीखती हूँ. ബോയ്സ് പറയുമ്പോൾ मैं अंग्रेजी सीखता हूँ, मैं अंग्रेजी सीखता हूँ. എൻ്റെ മലയാളം വരുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ട് എളുപ്പത്തിൽ പഠിക്കാനുള്ള കുറച്ച് മാത്രം വാക്കുകൾ ചേർത്ത് ഉള്ള സെൻറ്റൻസാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ 3 ഭാഷയിലും ക്ലിയറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. We learn English, we learn English, we learn English. हम अंग्रेजी सीखते हैं, हम अंग्रेजी सीखते हैं, हम अंग्रेजी सीखते हैं.
എൻ്റെ മലയാളം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇനി നമ്മുടെ സൈഡ് കഴിഞ്ഞ് മുൻപിൽ നിൽക്കുന്നവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് പറയും? യു ലേൺ ഇംഗ്ലീഷ്, യു ലേൺ ഇംഗ്ലീഷ്, യു ലേൺ ഇംഗ്ലീഷ്. അതിൻ്റെ ഹിന്ദി വരുമ്പോൾ 3 തരത്തിലുള്ള സെൻറ്റൻസസ് വരും. അതിൻ്റെ ഭാഷാ പ്രകടനം, മാനേഴ്സ്, മര്യാദകൾ വെച്ച് നോക്കുമ്പോൾ 3 തരത്തിലുള്ള സെൻറ്റൻസ് വരും ഹിന്ദിയിൽ. തൂ അംഗ്രേജി സീഖ്താ ഹേ, തൂ അംഗ്രേജി സീഖ്താ ഹേ, തൂ അംഗ്രേജി സീഖ്താ ഹേ. അത് കഴിയുമ്പം തും അംഗ്രേജി സീഖ്തേ ഹോ, തും അംഗ്രേജി സീഖ്തേ ഹോ, തും അംഗ്രേജി സീഖ്തേ ഹോ. വലിയവരോട് പറയുമ്പം ബഹുമാനത്തോടെ ആപ് അംഗ്രേജി സീഖ്തേ ഹേ, ആപ് അംഗ്രേജി സീഖ്തേ ഹേ, ആപ് അംഗ്രേജി സീഖ്തേ ഹേ. ഇതിന് തുല്യമായിട്ടുള്ള മലയാളം നമ്മൾ സംസാരിക്കാറുണ്ട്. നീ ഇംഗ്ലീഷ് പഠിക്കുന്നു, നീ ഇംഗ്ലീഷ് പഠിക്കുന്നു, നീ ഇംഗ്ലീഷ് പഠിക്കുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. ലാസ്റ്റ് താങ്കൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, താങ്കൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, താങ്കൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. അത് കഴിയുമ്പോൾ മുമ്പിൽ നിൽക്കുന്നവരുടെ ബഹുവചനമായിട്ടോ, ഒരു ക്ലാസ്സായിട്ടോ, ഗ്രൂപ്പായിട്ടോ, ഒരു മീറ്റിംഗ് ആയിട്ടോ, ഒരു ഹാളിലോ എന്താണല്ലോ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പം യു ഓൾ ലേൺ ഇംഗ്ലീഷ്, യു ഓൾ ലേൺ ഇംഗ്ലീഷ്, യു ഓൾ ലേൺ ഇംഗ്ലീഷ്. നിങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് പഠിക്കുന്നു. അതിൻ്റെ ഹിന്ദി പറയുമ്പം ആപ് സബ് അംഗ്രേജി സീഖ്തേ ഹേ, ആപ് സബ് അംഗ്രേജി സീഖ്തേ ഹേ, ആപ് സബ് അംഗ്രേജി സീഖ്തേ ഹേ. അതിൻ്റെ മലയാളം വരുമ്പോൾ നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നു, നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നു, നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് സെക്കൻഡും ഗ്രൂപ്പ് വിട്ടിട്ട് തേർഡ് ഗ്രൂപ്പിലോട്ട് പോകുന്നു. നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ആൾക്കാരെ പറ്റി പറയാൻ വേണ്ടി നമ്മൾ തേർഡ് പേഴ്സൺ സബ്ജക്റ്റ് ആയിട്ടെടുക്കുന്നു. അതിലാദ്യം എന്തൊക്കെ വരും? ഹീ, ഷീ, ഈറ്റ്, ദേ. ലെറ്റ് us begin with he. He learns English, he learns English, he learns English. അതിൻ്റെ ഹിന്ദി വഹ് അംഗ്രേജി സീഖ്താ ഹേ, വഹ് അംഗ്രേജി സീഖ്താ ഹേ, വഹ് അംഗ്രേജി സീഖ്താ ഹേ. മലയാളം വരുമ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ സ്ത്രീലിംഗം വരുമ്പോൾ ഷീ ലേൺസ് ഇംഗ്ലീഷ്, ഷീ ലേൺസ് ഇംഗ്ലീഷ്, ഷീ ലേൺസ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, അവൾ വഹ് അംഗ്രേജി സീഖ്തി ഹേ, വഹ് അംഗ്രേജി സീഖ്തി ഹേ, വഹ് അംഗ്രേജി സീഖ്തി ഹേ. മലയാളത്തിൽ അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. പിന്നെ സബ്ജക്റ്റ് വരുന്നത് ഇറ്റ് എന്നുള്ള സബ്ജക്റ്റ് വരുന്നത് വർക്ക് ചെയ്യുന്ന മെഷീനുകൾ, അതും അല്ലെങ്കിൽ പെറ്റ്സ്. ഇതിനെപ്പറ്റി നമ്മൾ ഇറ്റ് എന്ന് പറയും. ഇറ്റ് ലേൺസ്. ഇറ്റ് വരുന്നത് നമ്മൾ പെറ്റ്സിനെ പറ്റി പറയുമ്പോൾ പൂച്ചകൾ, പട്ടിക്കുട്ടികൾ, പിന്നെ പക്ഷികൾ, ഇതിൻ്റെ എല്ലാം കുഞ്ഞുങ്ങൾ കളിച്ച് നടക്കുന്ന കാണാൻ എന്തോ ഒരു രസമായിരിക്കും. അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഇറ്റ് ലേൺസ് ടു പ്ലേ, ഇറ്റ് ലേൺസ് ടു പ്ലേ, ഇറ്റ് ലേൺസ് ടു പ്ലേ. വഹ് ഖേൽനെ സീഖ്താ ഹേ, വഹ് ഖേൽനെ സീഖ്താ ഹേ, വഹ് ഖേൽനെ സീഖ്താ ഹേ. അതിൻ്റെ മലയാളം വന്നു കഴിയുമ്പോൾ അത് കളിക്കാൻ പഠിക്കുന്നു, അത് ഓടി നടന്ന് കളിച്ച് എൻജോയ് ചെയ്യുന്നു, അത് കളിക്കാൻ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ബഹുവചനം വരും. ദേ ലേൺ ടു ഇംഗ്ലീഷ്, ദേ ലേൺ ഇംഗ്ലീഷ്, ദേ ലേൺ ഇംഗ്ലീഷ്. വേ അംഗ്രേജി സീഖ്തേ ഹേ, വേ അംഗ്രേജി സീഖ്തേ ഹേ, സീഖ്തേ ഹേ ബഹുവചനത്തിൽ വരും. അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു, അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു, അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു. പിന്നെ അത് കഴിയുമ്പോൾ നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും ഒരു വ്യക്തിയെ പറ്റി പറയാൻ ദിസ് ബോയ് ലേൺസ് ഇംഗ്ലീഷ്, ലേൺസ് സിംഗുലർ വെർബ് വരും. ദിസ് ബോയ് ലേൺസ് ഇംഗ്ലീഷ്, ദിസ് ബോയ് ലേൺസ് ഇംഗ്ലീഷ്, ദിസ് ബോയ് ലേൺസ് ഇംഗ്ലീഷ്. ഏഹ് ബാലക് നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും ഏഹ് ബാലക് അംഗ്രേജി സീഖ്താ ഹേ, ഏഹ് ബാലക് അംഗ്രേജി സീഖ്താ ഹേ, ഏഹ് ബാലക് അംഗ്രേജി സീഖ്താ ഹേ. ഈ ആൺകുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നു, ഈ ആൺകുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നു, ഈ ആൺകുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നു. പിന്നെ പെൺകുട്ടികളെ പറ്റി പറയും. അതിൻ്റെ ബഹുവചനം ദീസ് ബോയ്സ് ലേൺ ഇംഗ്ലീഷ്, ദീസ് ബോയ്സ് ലേൺ ഇംഗ്ലീഷ്, ദീസ് ബോയ്സ്. ദീസ് മീൻസ് മോർ ദാൻ വൺ.
ഒന്നിൽ കൂടുതൽ ആൺകുട്ടികൾ ഇവിടെ തന്നെയുണ്ട്, അവർ പഠിക്കുന്നു. അപ്പോൾ ഏ ബാലക്, ഏ മീൻസ് അടുത്തുള്ള ബഹുവചനത്തെ, ഏ ബാലക് अंग्रेजी सीखते हैं, ये बालक अंग्रेजी सीखते हैं, ये बालक अंग्रेजी सीखते हैं. ഈ ആൺകുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഈ ആൺകുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഈ ആൺകുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളിൽ നിന്ന് ദൂരെ കാണുന്ന ആൾക്കാരെ പറ്റി പറയണമെങ്കിൽ, ഒരു വ്യക്തിയെ പറ്റിയാണെങ്കിലോ, ദാറ്റ് ഗേൾ ലേൺസ് ഇംഗ്ലീഷ്, ദാറ്റ് ഗേൾ ലേൺസ് ഇംഗ്ലീഷ്, ദാറ്റ് ഗേൾ ലേൺസ് ഇംഗ്ലീഷ്. ദൂരെ നിൽക്കുന്ന ആ പെൺകുട്ടി, ദാറ്റ് ഗേൾ ലേൺസ് ഇംഗ്ലീഷ്. അതിൻ്റെ നമ്മൾ ഹിന്ദി പറയുമ്പോൾ വഹ് ബാലിക അംഗ്രേജി സീഖ്തി ഹേ, വഹ് ബാലിക അംഗ്രേജി സീഖ്തി ഹേ, വഹ് ബാലിക അംഗ്രേജി സീഖ്തി ഹേ. ആ പെൺകുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നു, ആ പെൺകുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നു, ആ പെൺകുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നു. അതിൻ്റെ മലയാളവും ആയിക്കഴിഞ്ഞു. ഇനി ദാറ്റ് ഗേൾ ലേൺസ് ഇംഗ്ലീഷ് സിംഗുലർ. ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുണ്ടല്ലോ, ഗ്രൂപ്പായിട്ടിരിക്കുന്നവരോ, ഗേൾസ് സ്കൂളിലാകാം. ഒന്നിൽ കൂടുതൽ ആൾക്കാർ പഠിക്കുമ്പോൾ എന്ത് പറയണം? ദോസ് ഗേൾസ് ലേൺ ഇംഗ്ലീഷ്, ദോസ് ഗേൾസ് ലേൺ ഇംഗ്ലീഷ്, ദോസ് ഗേൾസ് ലേൺ ഇംഗ്ലീഷ്. വേ ബാലികായേം അംഗ്രേജി സീഖ്തി ഹേ, വേ ബാലികായേം അംഗ്രേജി സീഖ്തി ഹേ, വേ ബാലികായേം അംഗ്രേജി സീഖ്തി ഹേ. അതിൻ്റെ മലയാളം വരുമ്പോൾ ആ പെൺകുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, ആ പെൺകുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, ആ പെൺകുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. അപ്പോൾ നമ്മൾ 12 തരത്തിലുള്ള സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസ് തന്നെ പഠിച്ചു. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും 3 ഭാഷ ഒന്നിച്ച് തെറ്റ് കൂടാതെ ഗ്രാമർ ശരിയായിട്ട് ഉദ്ദേശം അതിൻ്റെ അഭിവ്യക്തി എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് പഠിച്ചു. അപ്പം അതിനെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ സന്തോഷം. പിന്നെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ നോട്ട്സ് എഴുതിയോ എൻ്റെ പ്രിൻ്റ് എടുത്തോ നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് പ്രയോജനം വരുന്നില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരാത്മവിശ്വാസം വന്നിട്ട് പിന്നെ അത് കൂട്ടി പഠിക്കാം. അതിനനുസരിച്ച് ആവശ്യമെന്ന് തോന്നിയാൽ നോട്ട്സ് തരാനും അല്ലെങ്കിൽ നിയമങ്ങൾ തരാനും ഞാൻ റെഡിയാണ്. പക്ഷേ practice it, non-stop practice it, then only you will get the mastery of it. So do learn, speak well and get mastery over it. This is the idea. Now I think today we may stop this class. Afterwards we will continue learning in so many tenses and so many structures and so many writing patterns. We have to learn in these 3 languages in detail. Let us stop. Have a nice day. Be happy always.